morning. Welcome to today's class. Today we are discussing about the properties of DIT FFT, that is destination in time domain FFT. That is, we already discussed the problem based on DIT FFT. Now we can discuss some properties. That is, first property is number of input samples, that is n is equal to 2 raised to m, where m is an integer. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അത് ഒന്നും കൂടി ഒരു ബ്രീഫായിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, DIT FFTന്റെ പ്രോപ്പർട്ടീസ്. വി നോ ദാറ്റ് n is equal to 2 raised to m ആണ്. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. ഓക്കെ, നൗ n എന്ന് പറഞ്ഞാൽ number of samples, that is equal to 2 raised to m. So when n equal to 4, m equal to 2, that is 2 square. When n equal to 8, m equal to 3, that is 2 cube, where m is number of stages. Okay, now the input sequence is shuffled through bit reversal. Okay, in DIT algorithm, അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വേണ്ട, പക്ഷേ നമ്മൾ ഡാറ്റാസ് DIT FFT യൂസ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അതിനെ ഷഫിൾ ചെയ്യണം ത്രൂ ബിറ്റ് റിവേഴ്സൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഷഫിൾ ചെയ്യണം. എന്നാലേ നമുക്ക് റിസീവറിൽ DIT FFT കഴിഞ്ഞ് കിട്ടുന്ന ആൻസർ നോർമൽ ഓർഡർ, നാച്ചുറൽ ഓർഡറിൽ വരുള്ളൂ. സോ ഫസ്റ്റ് ഇൻപുട്ട് ഒന്ന് ബിറ്റ് റിവേഴ്സൽ ചെയ്താൽ ഔട്ട്പുട്ടിൽ നമുക്ക് നാച്ചുറൽ ഓർഡറിൽ കിട്ടുള്ളൂ. സോ ഇൻ DIT algorithm, for the output sequence to be in natural order, the input sequence has to be stored in shuffled order. അപ്പോൾ ഇൻപുട്ട് സീക്വൻസ് നമുക്ക് ഒരു സിസ്റ്റത്തിലോട്ട് കൊടുത്താൽ ഫസ്റ്റ് അതിൻ്റെ സ്റ്റേജ് എന്താ വെച്ചാൽ കിട്ടിയ ഇൻപുട്ട് സീക്വൻസിന് എന്ത് ചെയ്യുക, ബിറ്റ് റിവേഴ്സൽ ചെയ്യുക. ബിറ്റ് റിവേഴ്സ് ചെയ്തതിനു ശേഷം പ്രോസസ് ചെയ്തിട്ട് അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, കറക്റ്റ് ഓർഡർ ആയിരിക്കും. ബിറ്റ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇൻപുട്ട് സാമ്പിളിൻ്റെ ഇൻഡെക്സ് അതായത് 0 മുതൽ 7 വരെയുള്ള ഇൻപുട്ട്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ ഇതിൽ സോ അതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് 000 മുതൽ 111 വരെ. ഓക്കെ, ബൈനറി റെപ്രസെൻറ്റേഷൻ 0 to 000, 1001, 2010, 3011, 4100, 5101, 6110, 7111. ഓക്കെ, നൗ ബിറ്റ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇത് എന്ത് ചെയ്യും, ഓക്കെ, ഇവിടുന്ന് എഴുതുന്ന ബിറ്റ് റിവേഴ്സൽ, അതായത് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എഴുതും. അതായത് 000 എന്ന് പറഞ്ഞാൽ ബിറ്റ് റിവേഴ്സ് ഇപ്പോൾ 000 കിട്ടുക. പിന്നെ 100 ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അതായത് ബാക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് 100, അപ്പോൾ 100 ആണ് അതിൻ്റെ ബിറ്റ് റിവേഴ്സൽ. ഇത് 010 സെയിം ആണ്. 110 ബാക്കിൽ നിന്ന് വരുമ്പോൾ 110. ഓക്കെ, 110, 001. ഓക്കെ, ബാക്ക് എന്ന് പറഞ്ഞു 001, ദാറ്റ് ഇസ് 001. ബിറ്റ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ ബാക്ക് എന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് 101, 101, 011, സോ 011, ദാറ്റ് ഈസ് 111, 111. ഓക്കെ, ദിസ് ഇസ് ദ ബിറ്റ് റിവേഴ്സ്ഡ് ബൈനറി. ഈ റിവേഴ്സ് ചെയ്ത ബൈനറി ആണ് നമ്മൾ പിന്നെ DIT FFTയിലോട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നാച്ചുറൽ ഓർഡറിൽ വരും. എന്നിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ബിറ്റ് ആണ്. ഓക്കെ, ബിറ്റ് ഇൻഡെക്സ് ആണ്. ദാറ്റ് ഈസ് 0, ദിസ് ഇസ് 4, ദിസ് ഇസ് 2, ദിസ് ഇസ് 6, ദിസ് ഇസ് 1, 5, 3 ആൻഡ് 7. ഓക്കെ, ഇതാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കണം, എന്നാലും ഔട്ട്പുട്ട് നാച്ചുറൽ ഓർഡറിൽ വരുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻ ദ ഫ്ലോ ഗ്രാഫ്, ദാറ്റ് ഇസ് m is equal to 2 log 2, m equal to log 2n. ഓക്കെ, നമ്മൾ സ്റ്റേജസ് കാണാനുള്ള m equal to log 2n, ബിക്കോസ് n equal to 2 raised to m. അതിന് നമ്മൾ എന്ത് ചെയ്തു, log 2 to the base 2 ചെയ്താൽ ഇത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, m is equal to log 2, which is equal to n is equal to 2 raised to m. Okay, then each stage consists of n by 2 butterflies. ഓരോ സ്റ്റേജിലും n by 2 butterflies ഉണ്ട്. അപ്പോൾ നമ്മൾ m equal to 1, m equal to 2, m equal to 3, n equal to 8 ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റേജിൽ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് 4 ബട്ടർഫ്ലൈസ്. സോ 8 by 2, ദാറ്റ് ഈസ് 4 ബട്ടർഫ്ലൈസ്. സെക്കൻഡ് സ്റ്റേജിൽ എന്തുണ്ടായിരുന്നു, ഒന്ന് ആൾട്ടർനേറ്റ് ആയിട്ടാണെങ്കിലും 4 ബട്ടർഫ്ലൈസ് ഉണ്ട്. തേർഡ് സ്റ്റേജിലും അങ്ങനെ 4 ബട്ടർഫ്ലൈസ് ഉണ്ട്. ഓക്കെ, 1, 2, 3, 4 ഫിഫ്ത്ത് ടേമുമാണ് നമ്മൾ എന്തായിരുന്നത്, ബട്ടർഫ്ലൈ വരയ്ക്കുന്നത്. എന്നാലും നമുക്ക് 4 ബട്ടർഫ്ലൈസ് ഉണ്ടാവും. ഓക്കെ, സോ ഈച്ച് സ്റ്റേജിൽ നമ്മൾ നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ഇസ് n by 2. The input for of each butterfly are separated by 2 raised to m-1 samples, where m equal to stage index. Okay, input for each butterfly. ഓരോ ബട്ടർഫ്ലൈൻ്റെ ഇൻപുട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് 2 raised to m-1 സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 ഇൻപുട്ട് ഉണ്ട്. ഒരു ഇൻപുട്ടും വേറൊരു ഇൻപുട്ട്. ഓക്കെ, 2 ഇൻപുട്ട് കൂടിയിട്ടാണ് നമ്മൾ ബട്ടർഫ്ലൈ ഡയഗ്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് 2 raised to m-1 സാമ്പിൾസ് എന്നുള്ളൊരു രീതിയിലാണ്. അതായത് m equal to 1 ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് കൺസിഡർ ചെയ്താൽ m equal to 1 ആണെങ്കിൽ ദാറ്റ് ഇസ് 1, m equal to m-1, ദാറ്റ് ഇസ് 1 - 1, ദാറ്റ് ഇസ് 0, 2 raised to 1. അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് 1 ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് ഇൻപുട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു സെപ്പറേഷൻ ഉള്ളൂ. അത് രണ്ടാമത്തേന് എന്താണ്,
അതിൻ്റെ അടുത്ത ഇൻപുട്ടാണ് അല്ലേ, അടുപ്പിച്ചാണ് അതിൻ്റെ ബട്ടർഫ്ലൈ ഡയഗ്രാംസ് വരുന്നത്. എന്നാൽ വെൻ m ഈക്വൽ ടു 2 ആണെങ്കിൽ 2 മൈനസ് 1 ദാറ്റ് ഇസ് 1 ദാറ്റ് ഇസ് 2. അതായത് 2 സാമ്പിൾസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻപുട്ട് വരുന്നത്. ഇൻ സ്റ്റേജ് 2 നോക്ക്, ഒരു ഇൻപുട്ട് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടാമത്തെയാണ് അടുത്ത ഇൻപുട്ട്. ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് വൺ അടുത്ത ഇൻപുട്ട്. ആ രീതിയിലാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് പോകുന്നത്. ദെൻ തേർഡ് സ്റ്റേജിൽ നോക്ക്, ദാറ്റ് ഈസ് 2 raised to m minus 1, ദാറ്റ് ഈസ് m ഈക്വൽ ടു 3, ദാറ്റ് ഈസ് 3 minus 1, ദാറ്റ് ഈസ് 2. 2 square is 4. അതായത് നാലാമത്തെയാണ് രണ്ടാമത്തെ ഇൻപുട്ട്. അപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ഫസ്റ്റ് ഇൻപുട്ട് ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഫോർത്ത് ലൈനാണ് അതിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് അല്ലേ. ഏറ്റവും താഴേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, കണക്ട് ചെയ്തിരുന്നത്. അതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇത് നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് നമുക്കറിയാം n/2 log to n. Number of complex addition n log to n. The total factor exponents k are the function of stage index m and is given by k equal to nt by 2 raised to m. Already നമ്മൾ പഠിച്ചതാണ്. t is equal to 0 and etc. 2 raised to m minus 1 minus 1. Number of sections of butterfly in each stage is given by 2 raised to n minus 1. ഓരോ സെക്ഷൻസ് നമ്മൾ എങ്ങനെ തരുന്നത് 2 raised to n minus 1 വരെയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പ്രോപ്പർട്ടീസ്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. So moving to the question, last question, നമ്മൾ ഒരു IDFT കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ IDFT ഓഫ് എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു നിന്നുണ്ട്. അപ്പോൾ ഒരു എക്സ് ഓഫ് കെൻ്റെ, അതായത് നമ്മളിപ്പോൾ ഇതിപ്പോൾ എക്സ് ഓഫ് കെ എന്നാൽ ചിലപ്പോൾ വൈ ഓഫ് കെ ആണെങ്കിൽ അതിൻ്റെ IDFT ഡയറക്റ്റ് കാണാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇതിൻ്റെ IDFT കാണാനുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞത് എങ്ങനെയായിരുന്നു, അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും തരുവാണെങ്കിൽ അതിൻ്റെ IDFT കാണാനായിരുന്നു. സോ എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും തരുമ്പോൾ നമ്മൾ ആദ്യം എക്സ് ഓഫ് കെയും എച്ച് ഓഫ് കെയും കണ്ടിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ ഓഫ് കെ കിട്ടും. ഈ വൈ ഓഫ് കെ ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഈ വൈ ഓഫ് കെൻ്റെ IDFT ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുവരെ എക്സ് ഓഫ് കെയും എച്ച് ഓഫ് കെയും ഒക്കെ കാണുന്നത് നോർമൽ DFT യൂസ് ചെയ്തിട്ട് കാണും. ഓക്കെ, ദെൻ വൈ ഓഫ് കെ കിട്ടും. വൈ ഓഫ് കെ ആണ് IDFT യൂസ് ചെയ്തിട്ട് കാണുന്നത്. അപ്പോൾ വൈ ഓഫ് കെൻ്റെ സ്ഥാനത്താണ് ഇവിടെ എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഈ ഒരു ടേമിൻ്റെ IDFT കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് IDFT മെത്തേഡ്, അതായത് നമുക്ക് അതിലൊരു ചേഞ്ചേ ഉള്ളൂ. ട്യൂഡൽ ഫാക്ടർ മാട്രിക്സ് ആയ WNK എന്നുള്ളത് കോൺജുഗേറ്റ് ആണ് എടുക്കുക, വേറൊരു ഡിഫറൻസും ഇല്ല. സോ എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ, അപ്പോൾ നമ്മൾ വൈ ഓഫ് കെ മുതൽ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു 7 minus 0.707 minus j 0.707 minus j 0.707 minus j 0.707 1.707 plus j 0.707 j minus 0.707 plus j 0.707. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്താ, അതിനെ ഈവൺ ആയിട്ടും ഓഡ് ആയിട്ടും ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 4, എക്സ് ഓഫ് 6 ഒക്കെ എടുത്തിട്ട് നമുക്ക് ഈവൺ സെക്ഷനിലോട്ട് കൊടുക്കാം. ആൻഡ് അത് എക്സ് ഓഫ് 1, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 5, എക്സ് ഓഫ് 7 എടുത്തിട്ട് നമുക്ക് ഓഡ് സെക്ഷൻ സാമ്പിൾസിലോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈവൺ സാമ്പിൾസ് ഇവിടെ എന്താ, ഫസ്റ്റ് ടേം 7, ദെൻ നെക്സ്റ്റ് ടേം മൈനസ് ജെ, ആൾട്ടർനേറ്റ് ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ടേം 1, നെക്സ്റ്റ് ടേം ജെ. ദിസ് ഇസ് 7 മൈനസ് ജെ 1 ജെ. ഇതാണ് നമ്മുടെ ഈവൺ സെക്ഷൻ, അതായത് ഈവൺ സീക്വൻസ്. ദെൻ ഓഡ് സീക്വൻസ് വി ഹാവ് ദീസ് കോംപ്ലക്സ് ടേംസ്. x0 of k other values വരും, that is minus 0.707 minus 0.707 minus j 0.707, that is minus 1. ഈ ഒരു ടേമുകൾ 4 ടേമുകൾ വരും. ഓക്കെ, ഈ കോൺജുഗേറ്റ് വരുന്ന ഈ 4 ടേംസും വരും. ഓഡ് സീക്വൻസ്. ഇനി നമുക്ക് ഈവൻ സീക്വൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഇസ് ഈവൻ സീക്വൻസിൽ ഫസ്റ്റും ഇതും ഈവൺ ഓഫ് ഈവൺ 7 1, ദെൻ ഈവൺ ഓഫ് ഓഡ് വരുന്നത് മൈനസ് ജെയും ജെയും. ഓക്കെ, ദെൻ ഓഡ് ഓഫ് ഈവൺ, ഇതിലത്തെ ഓഡ് ഓഫ് ഈവൺ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ തേർഡ് ടേമും, ഫസ്റ്റ് ടേമും തേർഡ് ടേമും. ഓക്കെ, ഇതാണ് ഇവിടെ വരുന്നത്. ദെൻ ഓഡ് ഓഫ് ഓഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും. ഓക്കെ, ഇത് രണ്ടുമാണ് വരുന്നത് ഇവിടെ. ഓക്കെ, പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, ഈ ഒരു ടേം. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ബട്ടർഫ്ലൈ ഡയഗ്രാം ആണ്. സോ ബട്ടർഫ്ലൈ ഡയഗ്രത്തിൽ ഈ ഈവൺ ഓഡ് ഈവൺ ഓഡ് ഇവരെയാണ് നമ്മൾ നേരെ എഴുതുന്നത്. ദാറ്റ് ഈസ് 7 1 മൈനസ് ജെ ജെ, പിന്നെ ഈ ഒരു കോംപ്ലക്സ് വാല്യൂസ് എഴുതും. 7 1 മൈനസ് ജെ ജെ മൈനസ് 0.707 മൈനസ് ജെ 0.707 അങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ദാറ്റ് ഈസ് 7 ഫസ്റ്റ് 7 പ്ലസ് എ പ്ലസ് ബി എന്നുള്ള രീതിയിലാണ്. 7ഉം 1 വരും. 7 പ്ലസ് 1 8. ഇവിടെ 7 മൈനസ് 1 ദാറ്റ് ഈസ് 6. ഇവിടെ മൈനസ് ജെ പ്ലസ് ജെ ദാറ്റ് ഈസ് 0 മൈനസ് ജെ. ഓക്കെ, ജെ ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ
j into -1 is minus j. So minus j plus minus j എന്ന് പറയുമ്പോൾ minus 2j. Here ഇതും അതായത് ഈ രണ്ട് ടേമും ഈ എയും ഇത് ബി ആണെങ്കിൽ എയും ബിയും ആഡ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യും. സോ മൈനസ് എന്നാണ് ഫസ്റ്റ് ടേം വരുന്നത്, ഇവിടെ പ്ലസ് ആണ്. സോ ഇത് 0 മൈനസ് ജെ, ഇവിടെ പ്ലസ് ജെ, അപ്പോൾ ഇതും 0. സോ ദ ആൻസർ ഇസ് 0. ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് രണ്ടും കൂടിയുള്ള സബ്ട്രാക്ഷൻ ആണ്. ഓക്കെ, -1 മൾട്ടിപ്ലൈ ബൈ ഇത് മൈനസ്, അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ടേം മൈനസ് ആയി. സോ 0.707 0.707 ആഡ് ചെയ്യുക, ഇവിടെ അതുപോലെ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മൈനസ് ആണ് അല്ലേ, സൈന് വരുന്നത് മൈനസ് ആണ്, മൈനസ് എന്നാണ് വരുന്നത്. സോ 0.707 പ്ലസ് 0.707 ആണ്, വി ഓൾറെഡി നോ 1.414 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -1.414 മൈനസ് 1.414 ജെ. ഓക്കെ, ഇങ്ങനെ കിട്ടും. ദെൻ നെക്സ്റ്റ് അതുപോലെ ഈ ടേമും ഇതിലത്തെ ഫസ്റ്റ് ടേം പോസിറ്റീവ്, ഇവിടുത്തെ ഫസ്റ്റ് ടേം നെഗറ്റീവ് ആയതുകൊണ്ട് 0 കിട്ടും. ആഡ് ചെയ്യുമ്പോൾ ഇതിൽ നെഗറ്റീവും പോസിറ്റീവ് ആയതുകൊണ്ട് 0. ഓക്കെ, ഇവിടെ 0 കിട്ടി. ദെൻ നെക്സ്റ്റ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവ് ഇട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ടേം ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് ഇട്ട് എടുക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. പോസിറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് 1.414, ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് മൈനസ് 1.414. ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് 8 മൈനസ് ഇതാണ് വരുന്നത് കേട്ടോ, 1ഉം 3ഉം ആണ് വരുന്നത്. 1 വിട്ടിട്ട് 1ഉം 3ഉം 2ഉം 4ഉം ആണ് ബട്ടർഫ്ലൈ ഡയഗ്രാം. സോ 8 ഇവിടെ 0 ആണ് തന്നെ, അപ്പോൾ 8 ഇവിടെ 0 ആയതുകൊണ്ട് 8 തന്നെ വരും. പിന്നെ ഇവിടെ 6ഉം ഇവിടെ -2j ആണ്. സോ W2 ഹിയർ നമ്മൾ നോക്കണം എന്താ IDFT കാണുന്നത്. സോ W82 പറഞ്ഞാൽ -j ആണ്, അതിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ +j ആവും. സോ 2j - 2j ഇൻറ്റു 2j, അപ്പോൾ മൈനസ് ടേമാണ് വരിക. പക്ഷേ 2 × 2 പറയുമ്പോൾ 4 വരും. j × j എന്ന് പറയുമ്പോൾ -1 വരും. സോ മൈനസ് പ്ലസ് ആവും. സോ സോറി 2 × 2 4 എന്നല്ല, -2j ഇൻറ്റു +j എന്നാണ് വരിക. സോ j × j -1. സോ -1 × -2 ദാറ്റ് ഈസ് 2. ഓക്കെ, അപ്പോൾ 6 + 2 8 വരും. ഓക്കെ, ഇനി ഇതേ സംഭവം തന്നെ ഇതിൻ്റെ കൂടെ മൈനസ് വരും. അപ്പോൾ 6 - 2 എന്ന് വരും, ദാറ്റ് ഈസ് 4. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഓക്കെയാണ്. ദെൻ 0 ഫസ്റ്റ് തേർഡും 0 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 0, ഇവിടെ അതുപോലെ തന്നെ 0 ആണ് വരുന്നത്. ഇനി ഈ ഒരു സെക്ഷൻ ഈ ഒരു പോയിന്റ് കിട്ടണമെങ്കിൽ ഈ ടേമും തമ്മിൽ ആഡ് ചെയ്യണം. ഫസ്റ്റ് ടേം നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് ടേം നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഇവിടെ 0 കിട്ടി. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡും ഫോർത്തും നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതേ ഈ 1.414 മൈനസ് 1.414 ജെ ഇൻറ്റു ജെ നാം ചെയ്യേണ്ടത്. ഇൻറ്റു ജെ, കോൺജുഗേറ്റ് -j അല്ല, ഇൻറ്റു ജെ. സോ നമുക്ക് ഇത് 1.414 ജെ മൈനസ് എന്നുള്ളത് പ്ലസ് ജെ ഇൻറ്റു ജെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, മൈനസ് ആയി. സോ ഇറ്റ് വിൽ ബി പ്ലസ് 1.414. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുക 1.414 പ്ലസ് 1.414 ജെ. ഇതിലോട്ട് +j മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് 1.414 ജെ കിട്ടും, ഇവിടെ പ്ലസ് 1.414. സോ 1.414 പ്ലസ് ഉണ്ട്, ഇവിടെ 2 മൈനസ് ആണ്, ഇവിടെ 2 പ്ലസ് ആണ് ആൻസർ കിട്ടുക. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഓക്കെ, ഇവിടെ അതേ കേസ് തന്നെയാണ്, പക്ഷേ ഇവിടെ നമുക്ക് മൈനസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ മൈനസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഓക്കെ ആ ഒരു കേസ് ഓക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ആ കേക്ക്. ദിസ് ഇസ് -1.414 മൈനസ് 1.414 ജെ. ഇത് മൈനസ് ഓക്കെ ഈ ഒരു ടേമാണ് കൊടുക്കുന്നത്. മൈനസ് ഇത് മൈനസ് ഈ മൈനസ് വരും, പ്ലസ് ജെ ഇൻറ്റു 1.414 മൈനസ് 1.414 ജെ. അപ്പോൾ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക, മറ്റേത് 0 കിട്ടും. ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടുക, ദാറ്റ് ഈസ് -2.828 മൈനസ് 2.828. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, ഒന്നും ക്യാൻസൽ ചെയ്യുന്നില്ല. 1.414 മൈനസ് 1.4 ക്യാൻസൽ ചെയ്യുന്നില്ല. 414 ദാറ്റ് ഈസ് ഇതും മൈനസ് ആണ്, ഇതും മൈനസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ പ്ലസ് ആണ്, ഇതും മൈനസ് ആണ്, ഇതും മൈനസ്. അപ്പോൾ എല്ലാം മൈനസ് ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ടെടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ മാത്രം കോൺജുഗേറ്റ് കിട്ടി -2.828 മൈനസ് 2.828. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരുന്നു. 8ഉം ഈ 0ഉം. സോ 8, അപ്പോൾ ഇവിടെ 8 തന്നെ വരും. ഇവിടെ അതുപോലെ തന്നെ 8ഉം ഇവിടെ 0 ആണ്. സോ ഇവിടെ 8 ഈ ഒരു ഭാഗത്തും 8 വരും.
ഇവിടെ അതുപോലെ തന്നെ 8ഉം 0 ആണ്. ഇവിടെ 8, ഇവിടെ 8 വരും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് 4ഉം ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. വീണ്ടും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. W8³ മൈനസ് 2.82 അത് പ്ലസ് 4. സോ 4 പ്ലസ് മൈനസ് ഈ ഒരു ടേമും ഇത് ഇൻറ്റു. അപ്പോൾ ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 1.99, അങ്ങനെ ചെയ്യുമ്പോൾ മൈനസ് 1.99J. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 1.99J. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് 1.99. Okay, that is 4 plus 1.9 can be approximately written as 2. 4 plus 2 plus 2, that is 8. നമുക്ക് 8 കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് W³ ഇവിടെ മൈനസ് വരും നെക്സ്റ്റ് സ്റ്റെപ്പിൽ. സോ മൈനസ് വരുമ്പോൾ മൈനസ് അങ്ങനെ ചെയ്യും. സോ വി വിൽ ഗെറ്റ് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ പ്ലസ് വരും. ഇത് രണ്ടും ചെയ്യുമ്പോൾ മൈനസ് വരും. ഇത് രണ്ടും ചെയ്യുമ്പോൾ ഓക്കെ പ്ലസ് വരും. മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത പ്ലസ് ചെയ്ത് വരുമ്പോൾ പ്ലസ് വരും. ഓക്കെ, അപ്പോൾ ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്ത് പോയി. സോ 4 minus 2 ദാറ്റ് ഈസ് 0. അപ്പോൾ ഈ ലാസ്റ്റ് ടേം 0യും അതിൻ്റെ മുമ്പത്തെ ടേം 8ഉം വന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഇതോടെ എക്സ് ഓഫ് കെ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ IDFT എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് എൻ ആയിരിക്കും. സോ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 8. ഓക്കെ, ഒരു സ്റ്റെപ്പ് വിട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 1/n കൂടിയും കാണണം. ഓക്കെ, സോറി, 1/n കാണാൻ n ഈക്വൽ ടു 8 ആണ്. 1/8 ഇൻറ്റു 8 അങ്ങനെ വരിക 0. സോ 1/8 ഇൻറ്റു ഇതെല്ലാം ചെയ്യുമ്പോൾ 11111110. അതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് DIT FFT. സോ അതിൻ്റെ മുമ്പത്തെ ടേം നമുക്ക് കിട്ടി DIT FFT. ഇനി നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യാനുള്ള സെക്ഷനാണ് DIF FFT അൽഗോരിതം, ദാറ്റ് ഈസ് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ FFT അൽഗോരിതം. സോ ഫ്രീക്വൻസി ഡൊമൈൻ സീക്വൻസ് X of k is decimated here. ഓക്കെ, നൗ ദ ബട്ടർഫ്ലൈ ഡയഗ്രാമിൽ ചെറിയ ചേഞ്ചേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാണ്. ദിസ് ഇസ് ദ ബട്ടർഫ്ലൈ ഡയഗ്രാം ഓഫ് DIF FFT. ദാറ്റ് ഈസ് A എന്നുള്ള ഇൻപുട്ട് വരും, B എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് കറക്റ്റ് ആണ്. മറ്റേതിനെ പോലെ തന്നെ A+B തന്നെയാണ്. പക്ഷേ ഇവിടെ മറ്റേ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, ഇവിടെ ആയിരുന്നു എന്ത് കൊടുത്തിരുന്നത്, ബീനെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നത് അല്ലേ. ഇങ്ങോട്ട് വരുമ്പോൾ മാറുമായിരുന്നു. അതായത് ഇവിടെ ജസ്റ്റ് എയും പ്ലസ് ബി തന്നെ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, A+B ഇൻറ്റു WNK ഇതിൻ്റെ കൂടെ ആയിരുന്നു കൊട്ടിരുന്നത് WNK. ഇവിടെ വരുമ്പോൾ ബിയും WNKയും -1. അപ്പോൾ WNK എന്റെ കൂടെയും ബിന്റെ കൂടെയും വന്നിരുന്നു. ഓക്കെ, എന്റെ കൂടെ ബിന്റെ കൂടെ അല്ല, ഈ രണ്ട് ഇൻപുട്ടിലും വന്നിരുന്നു. അതായത് എന്റെ കൂടെ A+B ഇൻറ്റു എന്നുള്ള രീതിയിലായിരുന്നു വന്നിട്ട്. ഇവിടെ അതുപോലെ തന്നെ A-B ഇൻറ്റു എന്നുള്ള ടേമിലായിരുന്നു ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഇൻ DIF FFT അൽഗോരിതത്തിൽ ഫസ്റ്റ് ഔട്ട്പുട്ട് ഈ ഒരു WNK ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് A+B തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും കൂടി സിമ്പിൾ ആണ്. സെക്കൻഡ് ഔട്ട്പുട്ട് A-B ഇൻറ്റു WNK ആണ്. സോ ഇവിടെ നിന്നാണ് എ എന്നാണ് എന്ത് വരുന്നത്, ഈ ലാസ്റ്റ് ഔട്ട്പുട്ടിൽ നിന്നാണ് WNK കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്നാണ് നമ്മൾ WNK വരുന്നത്. സോ ഫസ്റ്റ് ഔട്ട്പുട്ട് ഇസ് A+B, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഇസ് A-B. ഇവിടെ മൈനസ് ഉണ്ടായതുകൊണ്ട് A-B ഇൻറ്റു WNK. Okay, here number of input samples n is equal to 2 raised to m. M is equal to number of stages. Okay, ഇൻപുട്ട് സീക്വൻസ് ഇൻ നാച്ചുറൽ ഓർഡറിൽ തന്നെ ഇൻപുട്ട് സീക്വൻസ് മതി. DIT-യിലാവുമ്പോൾ ഇൻപുട്ട് സീക്വൻസ് നമുക്ക് ബിറ്റ് റിവേഴ്സൽ ചെയ്യണം. പക്ഷെ DIF-ൽ ചെയ്യേണ്ട ആവശ്യമില്ല, നാച്ചുറൽ ഓർഡറിൽ മതി. നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻ ദ ഫ്ലോ ഡയഗ്രാം, ദാറ്റ് ഇസ് m is equal to log 2n. രണ്ട് സെയിം ആണ്. അതുപോലെ ഈ സ്റ്റേജ് കൺസിസ്റ്റ് ഓഫ് n/2 ബട്ടർഫ്ലൈസ്, അതും ഇതുപോലെ സെയിം ആണ്. n/2 ബട്ടർഫ്ലൈസ് ആണ് ഓരോ സ്റ്റേജിലുണ്ടാവുക. നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ n/2 log n. നമ്പർ ഓഫ് കോംപ്ലക്സ് അഡീഷൻ n log n. അതൊക്കെ സെയിം ആണ് DIT-നെ പോലെ തന്നെ. ദെൻ k is equal to nt/2 raised to m minus m plus 1 and t equal to 0, 1, 2, 3 etc. 2 raised to m minus 1 minus 1. ഇപ്പോൾ ഇക്വേഷനിൽ ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിലും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ സെയിം സംഭവം തന്നെയാണ് വരുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ എത്രയാണോ സെക്കൻഡ് സ്റ്റേജിൽ എത്രയാണോ എന്നുള്ളതൊക്കെ സെയിം ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ പ്രോബ്ലം ആയിട്ട് ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം DIF FFT-ന്റെ. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം വി ഹാവ് ഫൈൻഡ് ദ FFT ഓഫ് 0, 1, 2, 3 യൂസിങ് റാഡിക്സ് ടു DIF അൽഗോരിതം. റാഡിക്സ് ടു DIF അൽഗോരിതം യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു W40 ഇത് നമ്മുടെ DIT ചെയ്യുന്ന പോലെ തന്നെയാണ് W40. അപ്പോൾ ഇവിടെ n equal to 4 ആണ്. സോ when t equal to 0, k equal to 0. when t equal to 0, 1,
k ഈക്വൽ ടു 0 1 ആണ് ഇൻ കേസ് ഓഫ് n ഈക്വൽ ടു 4. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെ W40 എന്ന് പറഞ്ഞാൽ ഇവിടെ 1ഉം W41 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ -j ആണ്. ഓക്കെ ഓക്കെ അങ്ങനെ തന്നെ. ഇനി നമ്മൾ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ DIT-FFTയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സീക്വൻസ് കിട്ടി ആദ്യം നമ്മൾ അതിനെന്ത് ചെയ്തു, ഓഡ് ഈവൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ഇൻപുട്ട് നമ്മൾ ബട്ടർഫ്ലൈ ഡയഗ്രത്തിലോട്ട് കൊടുക്കുകയാണ്. അതായത് ജസ്റ്റ് ഒരു റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ഈ ചെറിയ 2 ഇൻപുട്ട് ബട്ടർഫ്ലൈസ് ആയിരുന്നു, അഡ്ജസൻ ഇൻപുട്ട് ബട്ടർഫ്ലൈസ് ആയിരുന്നു ആദ്യം എഴുതിയിരുന്നത്. പക്ഷേ ഇവിടെ DIF-ൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ 0 1 2 3 അത് ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കുകയാണ്. 0 1 2 3 DIF അൽഗോരിതം പറയുമ്പോൾ ഫ്രീക്വൻസി ഡൊമൈൻ ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ടൈം ഡൊമൈൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ടൈം ഡൊമൈനിൽ വരുന്നത് എങ്ങനെയും അതിനെ നമുക്ക് എന്താവും ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ DIF അൽഗോരിതത്തിൽ നമ്മുടെ ഇൻപുട്ട് 0 1 2 3 എന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്തായി മാറും, ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആയി മാറും. ഓക്കെ, DIT-നെ കമ്പയർ ചെയ്യുമ്പോൾ. സോ 0 ഈ ഫസ്റ്റ് ഇൻപുട്ട് 0 1 2 3 അങ്ങനെ എഴുതുന്നു. സോ ഫസ്റ്റും തേർഡും, ഓക്കെ, ഫസ്റ്റും തേർഡും, അപ്പോൾ അത് നമുക്കറിയാമല്ലോ, ഫസ്റ്റും തേർഡും അതുപോലെ തന്നെ സെക്കൻഡും ഫോർത്തും ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ. സോ ഇനി നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ആരോസ് ഉണ്ടല്ലോ, ഇവിടുന്ന് മുകളിൽ നിന്ന് വരുന്ന ആരോസിന്റെ കൂടെയാണ് ഈ W-ന്റെ സംഭവം ചെയ്യുക. അപ്പൊ 2 ആരോസ് മുകളിൽ നിന്ന് വരുന്നത്. സോ W40 W41 അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, W40 W41. ദെൻ ഹിയർ നമുക്ക് ഈ ഒരു നമുക്ക് കാണാം, ദാറ്റ് ഈസ് ഫസ്റ്റ് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു, A+B, മറ്റേ ഔട്ട്പുട്ട് സെക്കൻഡ് ഔട്ട്പുട്ട് A-B ഇൻറ്റു W4K അല്ലെങ്കിൽ WNK ആയിരുന്നു. സോ A+B എന്നാണ്. ദിസ് ഇസ് A, 0 is A and 2 is B. Now we have A+B, that is 0 plus 2, that is 2. Then here we have A-B, that is 0 minus 2, that is -2 into W40. W40 equal to 1, so -2 itself. Now 1 plus 3, 1 3 ആണ് ഇവിടെ ഇൻപുട്ട്. സോ 1 plus 3 4 and 1 minus 3 ചെയ്യാം. 1 minus 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. ഓക്കെ, -2 1 minus 3 ചെയ്ത ആൻസറിന്റെ കൂടെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 1 minus 3 is -2 into W41, that is W41 is -j. So -2 into -j we get 2j. ഓക്കെ, സോ ഈ ഒരു സ്റ്റേജ് ഓക്കെ അല്ലേ. നൗ നെക്സ്റ്റ് സ്റ്റേജ് ഇത് 2 4 -2 2j ഇങ്ങനെ വരും. ഇനി ഇത് 2 ഇൻപുട്ട് അഡ്ജസൻ ഇൻപുട്ട് ബട്ടർഫ്ലൈ ചെയ്യുന്നു. സോ 2ഉം 4ഉം ഇവിടെ A+B ചെയ്യാം. സോ 2 + 4 is 6. ഇവിടെ A-B ഇൻറ്റു W40. സോ 2 - 4, that is 2 - 4 is -2 -2 into W40 is equal to 1. So -2 here -2 plus 2j ഇവിടെ വരുമ്പോൾ -2 -2j into W40, and that is equal to 1. So -2 -2j. അപ്പോൾ ഇതാണ് നമ്മുടെ x of 0, x of 1, x of 2, x of 3. So x of k is equal to 6 -2 -2 plus 2j and -2 j. Okay, that's all about this problem. Then moving to the next problem, find the DFT of the sequence x of n is equal to 1 for 0 less than or equal to n less than or equal to 7, 0 else. അതായത് 0 മുതൽ 7 വരെയുള്ള x of n വാല്യൂ 1 ആണ് തന്നിട്ടുള്ളത്. സോ അതായത് നമ്മുടെ ഫുൾ ഇൻപുട്ട് ഇവിടെ എന്താണ്, x of n ഫുൾ 8 വാല്യൂസും 0 മുതൽ 7 വരെയുള്ള വാല്യൂസ്, ദാറ്റ് ഇസ് 8 സാമ്പിൾസും 1 ആണ്. സോ x of n is equal to 1 1 1 1 1 1 1 1. ഓക്കെ, ദിസ് ഇസ് x of n. ഇനി നമുക്ക് ഇതിന് DIF-FFT കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ DIF-FFTയിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഈ ഇൻപുട്ട് അങ്ങനെ എടുത്തെഴുതുക ചെയ്തത്. ദാറ്റ് ഇസ് 1 1 1 1 1 1 അങ്ങനെ എല്ലാം 1 എടുത്തെഴുതി. എന്നിട്ട് നമ്മൾ തേർഡ് സ്റ്റേജ് ഫസ്റ്റ്ക്ക് വരും ആൻഡ് സെക്കൻഡ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ്, പിന്നെ ഫസ്റ്റ് സ്റ്റേജ് ലാസ്റ്റ്ക്ക് വരും, അങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ ആ തേർഡ് സ്റ്റേജ് 1 2 3 4 5 അങ്ങനെ ഫിഫ്ത്ത് 1ഉം ഫിഫ്ത്ത് ലൈനും തമ്മിൽ ബട്ടർഫ്ലൈ വരയ്ക്കുക. അതുപോലെ അങ്ങനെ ബട്ടർഫ്ലൈ വരച്ചു. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. 1ഉം 5ഉം തമ്മിലാണ്. സോ ദിസ് 1 ആൻഡ് ദിസ് 1 ഇവർ രണ്ടാളും കൂടി ആഡ് ചെയ്യണം. സോ 1 + 1 is 2 and 1 - 1 is 0, റൈറ്റ്. നെക്സ്റ്റ് ഇതും ഇതിൻ്റെ താഴെയുള്ള ഇതും, ദാറ്റ് ഇസ് 1 + 1 is 2, ഇവിടെ മൈനസ് വരും. സോ 1 - 1 is 0. ദെൻ ദിസ് 1 and third one, 1 + 1 is 2,
1. Okay, 1 plus 1 is 2, and this one. Okay, 1 minus 1 is 0. Then next 1 ഇത് ഓക്കെ ഈ ഒരു 7 പോലെ ഇത് okay 1 1 1 plus 1 1 plus 1 equal to 2 and 1 minus 1 equal to 0. So last 4 samples 0 ആയി ഫസ്റ്റ് 2 samples നമുക്ക് എന്ത് കിട്ടും 2 കിട്ടും ബിക്കോസ് ഇവിടെ -1 -1 -1 -1 ഇവിടെയാണ് സെക്കൻഡ് ടേമിലാണ് മൈനസ് ചെയ്യേണ്ടത്. സോ 1 1 ആയതുകൊണ്ട് ഫസ്റ്റ് 4 ടേംസ് 2, നെക്സ്റ്റ് 4 ടേംസ് 0 ആയിട്ട്. ദെൻ നെക്സ്റ്റ് 1 നിന്ന് 3ക്കുള്ള ആ ഒരു 1 3 2 4. സോ 1 നിന്ന് 3ക്കുള്ളതാകുമ്പോൾ 2ഉം 2. സോ 2 plus 2 is 4, 2 minus 2 is 0. ഇവിടെ സെയിം കേസ് 2 plus 2 is 4, 2 minus 2 is 0. ഇവിടെ എല്ലാം 0 ആയതുകൊണ്ട് ഇത് മൊത്തം 0. ഓക്കെ, ഇതെന്ത് ചെയ്താലും എന്തായാലും 0 ആണ്. സോ ഇത് മൊത്തം 0. ദെൻ നെക്സ്റ്റ് നമ്മൾ രണ്ടെണ്ണം ആക്കിയിട്ട് ചെയ്യാം. സോ ഇത് രണ്ട് ചെയ്യുമ്പോൾ 4 plus 4 8, 4 minus 4 0. Others are full 0. So we have the output x of k is equal to 8 0 0 0 0 0 0. Okay, that's all about today's class. Thank you. Have a nice day.